നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദശയെക്കുറിച്ച് പഠിച്ചു, പലതരത്തിലുള്ള ദശകളെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ വിംശോത്തരി നക്ഷത്രദശ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. അത് പരാശരി ദശ എന്നറിയപ്പെടുന്നു. അതിൻ്റെ ദശാവിന്യാസം നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിനെ വിംശോത്തരി ദശ അല്ലെങ്കിൽ വിംശോത്തരി നക്ഷത്രദശ എന്ന് പറയുന്നത്. വിംശോത്തരി ദശയെ വിംശോത്തരി നക്ഷത്രദശ എന്ന് പറയാൻ കാരണം നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, നക്ഷത്രങ്ങളുടെ ലെവൽ അനുസരിച്ചാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ രാശിയിലും, അതായത് 120 ആദ്യത്തെ 120 ഡിഗ്രിയിൽ 9 നക്ഷത്രങ്ങൾ വിന്യസിച്ചിട്ട് ആ 120 ഡിഗ്രിയെ ഒരു മനുഷ്യായുസിൻ്റെ 120 വർഷമായിട്ട് കണക്ക് കൂട്ടി 9 ഗ്രഹങ്ങൾക്കായിട്ട് പല രീതിയിൽ അത് പകുത്തു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മേടൻ രാശിയിൽ അശ്വതിയിൽ കേതുവിൽ തുടങ്ങി ബുധനിൽ ആയില്യം നക്ഷത്രത്തിൽ അവസാനിക്കുമ്പോൾ ഫസ്റ്റ് 120 ഡിഗ്രി അവിടെ തീരുക. അതിനുശേഷം മകർ നക്ഷത്രത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം തൃക്കേട്ടയിൽ അവസാനിക്കുമ്പം ഈ ബുധൻ്റെ നക്ഷത്രമല്ലേ തൃക്കേട്ട, അവിടെയും ഒരു 120 ഡിഗ്രിയിൽ 120 ഡിഗ്രിയിലായിട്ട് 120 വർഷം എന്ന ഒരു മനുഷ്യായുസിനെ അവിടെ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം മൂലത്തിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുമ്പോഴും ഈ 4 രാശികളിലായിട്ടും 9 ഗ്രഹങ്ങൾക്ക് 120 ഡിഗ്രിയാണ്. ആ 120 ഡിഗ്രി 120 മനുഷ്യായുസായിട്ട് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഈ 9 ഗ്രഹങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള കണക്കുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കേതുവിന് 7 വർഷം, അതുപോലെ തന്നെ ശുക്രൻ 20 വർഷം, സൂര്യൻ 6 വർഷം, ചന്ദ്രന് 10 വർഷം, ചൊവ്വയ്ക്ക് 7 വർഷം എന്നിങ്ങനെ ആണ് ബുധൻ്റെ വരെ ഉള്ളത് കണക്ക് ഭാഗിച്ച് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ എടുത്തു പറഞ്ഞു. അതെന്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അറിഞ്ഞുകൂടാ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പല ഉത്തരങ്ങൾ ഇതിന് പറയുന്നുണ്ട് കേട്ടോ, ഒരുപാട് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നെറ്റിലൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ പലതും പറയുന്നുണ്ട്. അതിൽ എല്ലാം നമുക്കൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ജ്യോതിഷം കുറച്ചുകൂടെ യുക്തിയും കൂടെ കലർന്ന ശാസ്ത്രമല്ല, പാസ്റ്റ് പ്രസൻറ്റും ഫ്യൂച്ചറും കൂടിയാണ്. അപ്പം യുക്തിസഹമല്ലാത്തതും യുക്തിയും അതിനകത്ത് ഉപയോഗിക്കും. മൾട്ടി ഡയമെൻഷണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറയും. സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും കൂടി ഒരു പരിധി വരെ യുക്തിസഹമായിട്ട് നമുക്ക് വരികയും ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് പറഞ്ഞത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ്, ഏതാണ് നല്ല ദശ, ഏതാണ് ചീത്ത ദശ. എല്ലാ ദശയും നല്ല ദശയാണ്, എല്ലാ ദശയും മോശ ദശയാണ്. അത് നല്ലതോ ചീത്തയെന്നോ പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ജാതകത്തിൻ്റെ ജനന സമയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ജാതകത്തിൻ്റെ ഫലം പോലെ ഇരിക്കും. ഈ ദശ കൊള്ളാമോ എന്നുള്ളത് 2 തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് ഗ്രഹനില അടിസ്ഥാനത്തിൽ, രാശി അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. അതുപോലെ തന്നെ നക്ഷത്ര അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. അതിൽ നക്ഷത്ര അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോഴും ഗ്രഹനില അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോഴും ഒരു ഗ്രഹം ശുഭനാണെങ്കിൽ ആ ദശ ശുഭഫലം തന്നിരിക്കും, ഉറപ്പാണ്. അതെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരാൾ ജനിച്ച നക്ഷത്രത്തിന് ആ 1ാമത്തെ ദശ എന്ന് പറയുന്നത് അയാളുടെ ജന്മനക്ഷത്രത്തിൻ്റെ ദശയാണ്. 2ാമത്തേതെന്ന് പറയുന്നത് സമ്പത്ത് നക്ഷത്രമാണ്. അയാൾ ജനിച്ചതിൻ്റെ 2ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് സമ്പത്ത് നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ അധിപൻ്റെ ദശയായിരിക്കും അയാൾക്ക് 2ാമത് വരുന്നത്. 3ാമത്തേതെന്ന് പറയുന്നത് വിപത്ത് നക്ഷത്രമാണ്. മൂന്നാളെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരാൾ ജനിച്ചതിൻ്റെ 3ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിപത്ത് നക്ഷത്രമായിരിക്കും. ആ നക്ഷത്രത്തിൻ്റെ ദശയായിരിക്കും അയാൾക്ക് 3ാമത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 4ാമത് അയാൾക്ക് വരുന്നത് ക്ഷേമദശയായിരിക്കും. ഒരാൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അയാൾക്ക് ക്ഷേമങ്ങൾ നൽകുന്നതാണ്. അത് ക്ഷേമദശയാണ്. ക്ഷേമ നക്ഷത്രത്തിൻ്റെ അധിപനാണ് അയാൾക്ക് 4ാമതായിട്ട് വരുന്ന ദശ. 5ാമത് വരുന്നത് എന്ന് പറയുന്നത് പ്രത്യര നക്ഷത്രമാണ്. ആ പ്രത്യര നക്ഷത്രത്തിൻ്റെ അധിപന്റെ ദശയാണ് 5ാമത് വരുന്നത്. 6ാമത് വരുന്നത് സാധക നക്ഷത്രമാണ്. സാധക നക്ഷത്രത്തിൻ്റെ അധിപന്റെ ദശയാണ് അയാൾക്ക് 6ാമത് വരുന്നത്. 7ാമത് വരുന്നത് വധ നക്ഷത്രമാണ്. വധ നക്ഷത്രത്തിൻ്റെ അധിപന്റെ ദശയാണ് അയാൾക്ക് 7ാമത് വരുന്നത്. 8ാമത് വരുന്നത് മൈത്രി നക്ഷത്രമാണ്. മൈത്രി നക്ഷത്രത്തിൻ്റെ അധിപനാണ്
8ാമത് വരുന്നത്. 9ാമത് വരുന്നത് പരമമൈത്രി നക്ഷത്രത്തിൻ്റെ അധിപൻ്റെ ദശയാണ്. അപ്പം 9ാമത്തെ നക്ഷത്രം ആകുമ്പോഴത്തേക്ക് അയാൾക്ക് നക്ഷത്രത്തിൻ്റെ ആ ദശ തീരുമ്പോഴത്തേക്ക് 120 വയസ്സ് തീരും. വാസ്തവത്തിൽ ആദ്യത്തെ ദശയിൽ തന്നെ മരിക്കുന്നവരാണ് അൽപായുസ്. ആദ്യത്തെ ദശയിൽ അപഹാരം തീരുന്നതിന് മുമ്പ് മരിക്കുന്നതാണ് അൽപായുസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ദശ കഴിഞ്ഞ് 3ാമത്തെ ദശ വരുമ്പം യൗവന തുടക്കത്തിലൊക്കെ വരുമ്പം അത് വിപത്ത് ദശയാണ്. ആ ദശയിലൊക്കെ മരണമാണ് മധ്യായുസ് എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഒരു മധ്യായുസ് കടന്ന് ഒരു 50 വയസ്സ് ഒക്കെ സമയങ്ങളിൽ വരുന്ന ദശയാണ് പ്രത്യരാദശ എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 70-75 വയസ്സുകളിലൊക്കെ വരുന്ന ദശയാണ് മിക്കവാറും വധ നക്ഷത്രത്തിൻ്റെ ദശ, 7ാമത്തെ ദശ എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 8-9ാമത്തെ ദശ എന്നൊക്കെ പറയുന്നത് മഹാഭാഗ്യവാന്മാർക്ക്, ദീർഘായുസുള്ളവർക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ നക്ഷത്രത്തിൻ്റെയൊക്കെ അധിപനും, ഉദാഹരണത്തിന് കേതുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അതിൻ്റെ 3ാമത്തെ നക്ഷത്രം, കേതുവിൻ്റെ നക്ഷത്രം ഏതാ? അശ്വതിയല്ലേ, അല്ലെങ്കിൽ മഖമായിരിക്കും, അല്ലെങ്കിൽ മൂലമായിരിക്കും. അതിൻ്റെ 3ാമത്തെ നക്ഷത്രം ഏതാ? അശ്വതി കഴിഞ്ഞാൽ ഭരണി, കാർത്തികയുടെ അധിപനാരാ? രവിയുടെ ദശ എന്ന് പറയുന്നത് അവർക്കത്ര നല്ലതായിരിക്കില്ല. എന്നാൽ പൂർണ്ണമായിട്ടും ആ ദശ നല്ലതായിരിക്കുമോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അവിടെയാണ് നമ്മൾ ജാതകത്തിലേക്ക് വരേണ്ടത്. ജാതകത്തിൽ ലഗ്നാൽ എത്രാം ഭാവാധിപനാണ് ഈ രവി എന്ന് നോക്കണം. ലഗ്നാൽ എത്രയിലാണ് ഈ രവി നിൽക്കുന്നത് എന്ന് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് 6-8-12 രവി പോയത് എങ്കിൽ ഉറപ്പിച്ചോളൂ, 6-8-12 നിൽക്കുന്നതും ബലഹീനനായിരിക്കുന്ന ആ രവി ഇവിടെ വിപത്ത് നക്ഷത്രവും കൂടി ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിക്കുമ്പം ദോഷഫലങ്ങൾ ആ ദശയിൽ ആ ഗ്രഹത്തിൻ്റെ കാരകത്വവും ഭാവാധിപത്യവും അനുസരിച്ച് വരും എന്ന് ഉറപ്പിച്ച് പറയാം. ഇങ്ങനെ മറ്റുള്ള ഗ്രഹങ്ങളെയും മറ്റുള്ള നക്ഷത്രത്തിൽ ജനിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചോളുക. വാസ്തവത്തിൽ ഈ മോശദശ എന്ന് പറയുന്നത് ഡെപ്റ്റുകളെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നല്ലതും ചീത്തയെന്നുള്ളതല്ല, നമ്മളതിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് സത്യവും. ഒന്നാമത്തെ നോക്കാം. വിപത്ത് നക്ഷത്രവും 6-8-12 ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും കൂടെ ഒരുമിച്ച് വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ദശാപഹാരങ്ങൾ വളരെ മോശമായിരിക്കും. ആ സമയത്ത് ഗോചരവും കൂടി, ഈ ശനിയും അതേപോലെ തന്നെ വ്യാഴവും, അതേപോലെ തന്നെ ഈ വ്യാഴമാറ്റം എന്നൊക്കെ പറയത്തില്ല, ശനിമാറ്റവും ഈ കണ്ടകശനി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചേർന്ന് വന്നാൽ ആ ദശ വളരെ മോശമായിരിക്കും അവർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ഒരു ദശയുടെ ഫലം എങ്ങനെ വരും എന്നുള്ളത് 1-2 പോയിന്റുകൾ നമുക്ക് നോക്കാം. ദശാനാഥനും ലഗ്നാധിപനും തമ്മിലും പരസ്പര ബന്ധമുണ്ടെങ്കിൽ ആ ദശാനാഥൻ തരുന്ന ഭാവാധിപത്യവും കാരകത്വവും ഈ ദശയിൽ തരും. ഉദാഹരണത്തിന് 5ാം ഭാവാധിപനായിരിക്കുന്ന ഗ്രഹം ലഗ്നാധിപനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ രണ്ടുപേരും നിൽക്കുന്നത് 6-8-12 അല്ല എങ്കിൽ ഉറപ്പിച്ചോളൂ, ആ 5ാം ഭാവത്തിൻ്റെയും 5ാം ഭാവാധിപനായ ഗ്രഹത്തിൻ്റെ കാരകത്വവും ആ ഗ്രഹം ഏത് രാശിയിൽ പോയി നിൽക്കുന്നോ ആ ഭാവത്തിൻ്റെയൊക്കെ ഫലങ്ങൾ ഈ ദശയിൽ തരും. ഒന്നാമത്തെ പോയിന്റ്. നമ്പർ 2, 6-8-12 നിൽക്കുന്ന ഗ്രഹങ്ങളും അതുപോലെ തന്നെ ഒരു ഭാവാധിപൻ 6-8-12 പോയാലും ഇത് രണ്ടും ദശയിൽ വരുമ്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ദശാനാഥനും അപഹാരനാഥനും തമ്മിൽ 6-8 നിൽക്കുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് ദശാനാഥൻ വ്യാഴമാണെങ്കിൽ വ്യാഴത്തിൻ്റെ 6 ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ ശുക്രൻ്റെ അപഹാരം ഭയങ്കര മോശമായിരിക്കും. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ 6 ബുധൻ നിൽക്കുന്നത് എങ്കിൽ അത് ലഗ്നാൽ ചിലപ്പോൾ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണെങ്കിൽ പോലും ദശാനാഥൻ്റെ 6 നിൽക്കുന്നത് കൊണ്ട് ഇവർ തമ്മിലൊരു 6-8 ബന്ധമുണ്ട്. ആ ബുധൻ്റെ 8 വ്യാഴം വരുന്നത്, വ്യാഴത്തിൻ്റെ 6 ബുധൻ വരുന്നത്. അപ്പം 6-8 ബന്ധം ദശാനാഥനും അപഹാരനാഥനും കൂടി വന്നാൽ ആ ദശയിലും അപഹാരത്തിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഇനി എനിക്ക് വളരെ ഉപയോഗിച്ച് ഒരുപാട് അനുഭവങ്ങളുള്ള, വളരെ എവിഡൻ്റായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇത് ഗുരുപദേശമായിട്ടൊക്കെ കൊടുക്കുന്നതും ഒരുപാട് പേർക്ക് കിട്ടുന്നതുമാണ്. ഇത് ഞാനങ്ങ് പറഞ്ഞു തരികയാണ്. ഈ സമഗ്ര ജ്യോതിഷ പഠനം എന്ന ഈ സെഷനെ ഒരുപാട് പേര് വളരെ ആത്മാർത്ഥതയോടെ പഠിക്കുന്നു എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് തന്നെ, അവർക്കായിക്കൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞു തരാം. സസൂക്ഷ്മം കേൾക്കണം. 1
സസൂക്ഷ്മം എഴുതി വെച്ച് പഠിക്കുകയും വേണം. ഏതൊക്കെ ഭാവത്തിൻ്റെയോ ഭാവാധിപൻ്റെയോ ദശയോ അപഹാരമോ നടക്കുമ്പോൾ ഈ ദശാനാഥൻ്റെയോ അപഹാരനാഥൻ്റെയോ നക്ഷത്രങ്ങളിൽ നിൽക്കുന്ന ഏത് ഗ്രഹവുമായിക്കോട്ടെ ആ ഗ്രഹത്തിൻ്റെ ഫലം തരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണം പറയാം. കന്നി ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്ക് 7ാം ഭാവാധിപനാണ് വ്യാഴം. വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിലാണ് എന്ന് വിചാരിക്കാം. മേടത്തിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? 1 അശ്വതി, ഭരണി, കാർത്തിക. ഭരണി നക്ഷത്രത്തിൽ നിൽക്കുകയാണെന്ന് വെച്ചു, ശുക്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുകയാണെന്ന് വെച്ചു. 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പം 7ാം ഭാവാധിപൻ 8ലാണ്. ഈ 8ൽ നിൽക്കുന്ന നക്ഷത്ര അധിപൻ്റെ 7ാം ഭാവാധിപനെ വ്യാഴം നിൽക്കുന്നത് ശുക്രൻ്റെ നക്ഷത്രത്തിലാണ്. ശുക്രൻ നക്ഷത്രമായ ഭരണിയിലാണ്. ആ ശുക്രൻ ദശയായോ അപഹാരമായിട്ടോ വരുന്നുണ്ടെങ്കിൽ ഈ 27 നക്ഷത്രത്തിൽ ഏതെങ്കിലുമൊക്കെ ജനിച്ചാലും അവർക്ക് ആ ശുക്രൻ്റെ ദശയോ അപഹാരമോ ഉണ്ട് എങ്കിൽ ആ 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് അവർക്ക് ഉറപ്പായിട്ടും ആ ദശയിൽ നടന്നിരിക്കും. 7ാം ഭാവാധിപൻ 8ൽ പോയാൽ വിവാഹ വിഷയത്തിൽ ദോഷമാണല്ലോ, അത് വരാം. ഇല്ലെങ്കിൽ വിവാഹം നടക്കാം. ഇല്ലെങ്കിൽ 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ ശുക്രൻ്റെ നക്ഷത്രത്തിലായതുകൊണ്ട് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ രഹസ്യമായ കാര്യങ്ങൾ നടക്കാം. ഇല്ലെങ്കിൽ ഡിവോഴ്സ് വരാം. 7ാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ ശുക്രൻ്റെ അപഹാരത്തിൽ തരും. ശുക്രൻ്റെ നക്ഷത്രത്തിൽ പോയി നിൽക്കുന്നത് കൊണ്ട് ഏതൊരു ഭാവാധിപനും ഏതൊക്കെ നക്ഷത്രങ്ങളിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രാധിപന്മാർ ദശയായോ അപഹാരമായോ വരുമ്പം ഈ ഭാവാധിപന്മാരുടെ ഫലവും തരും എന്നുള്ളത് വിംശോത്തരി നക്ഷത്ര ദശയുടെ അനുഭവമാണ്. ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ച് അനുഭവത്തിൽ വരുത്തുക. പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്, നമ്മൾ ഞെട്ടിപ്പോവും. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഇതുപോലെ വിംശോത്തരി നക്ഷത്ര ദശയുടെ ഒരു 100 ടെക്നിക്കുണ്ട്. അതൊക്കെ ഞാൻ ഭാവിയിൽ പിന്നീട് പറഞ്ഞു തരാം. അതൊക്കെ കൃത്യസ്ഥലത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അത് കൃത്യമായിട്ട് വരികയും ചെയ്യും. കൂടുതൽ പഠിക്കണം, നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. അപ്പം പ്രകൃതി തന്നെ, ജാതകങ്ങൾ തന്നെ നമുക്കിതെല്ലാം കാണിച്ചു തരികയും ചെയ്യും. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ശ്രമിച്ച് നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, കുടുംബത്തിലും ചുറ്റുവട്ടത്തും സുഹൃത്തുക്കൾക്കും ഉള്ളവർക്കൊക്കെ നിങ്ങളൊരു വഴികാട്ടിയായിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ. അവരെ നല്ല കർമ്മഫലത്തിൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും എങ്ങനെയൊക്കെ അനുഭവിക്കും അതിനെ ഉൾക്കൊള്ളാനും പഠിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തും മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാവട്ടെ. അങ്ങനെ ഭാഗ്യമുണ്ടായാൽ, ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്ക് അതൊരു അനുഗ്രഹമായിട്ട് കാണുന്നു, അതൊരു ജീവിതത്തിൻ്റെ നിയോഗമായിട്ടും കാണുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പുതിയൊരു വിഷയം, ഒരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വിഷയങ്ങളുണ്ട്, നല്ല രസമാണ് ഇത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അടുത്ത ഒരു വിഷയമായിട്ട് നമുക്ക് കാണാം. നമസ്കാരം.